വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചന്റെ തിരുനാൾ. ദൗത്യത്തെ സൂചിപ്പിക്കുന്ന പേരുകൾ നൽകുന്ന നിരവധി വ്യക്തിത്വങ്ങളെ വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അതുപോലെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളക്കരയുടെ നവോത്ഥാനത്തിനായി ദൈവം തെരഞ്ഞെടുത്ത കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചന്റെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുന്നു. കുര്യാക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്വന്തം എന്നാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ദൈവത്തിന് സ്വന്തമായവനെ അയച്ചിരിക്കുന്നു ദൈവം. ഏലിയാസ് എന്ന നാമം. ലോകത്തിലേക്ക് ദൈവം അയച്ച പ്രവാചകരിൽ ഏറ്റവും വലിയവൻ. അതുപോലെ ദൈവതീക്ഷ്ണത കൊണ്ട് കേരളക്കരയിലേക്ക് അയക്കപ്പെട്ടവരിൽ ഏറ്റവും സമുന്നതനാണ് ചാവറയച്ചൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ. അദ്ദേഹം തുടങ്ങിവെച്ച ഓരോ പ്രവൃത്തികളിലും സംരംഭങ്ങളിലും ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു. ദൈവത്തിന്റെ മേലാപ്പുള്ള മനുഷ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ജീവിക്കുന്ന വിശുദ്ധനെ കാണുന്ന പോലെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നത്. അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന പോലെയാണ് മരണകിടക്കയിൽ അദ്ദേഹം തന്നെ സ്വയം പരിചയപ്പെടുത്തിയത്. മാമോദീസായിൽ ലഭിച്ച വെള്ളവസ്ത്രം ഞാൻ മലിനപ്പെടുത്തിയിട്ടില്ല. ചരമപ്രസംഗത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഉദ്ഘോഷിക്കപ്പെട്ടത് ഇന്ന് മലയാളത്തിന്റെ കൊടി വീണിരിക്കുന്നു എന്നാണ്. മരണം സ്ഥിരീകരിക്കപ്പെട്ട നിമിഷം ആത്മീയ ഗുരു ഇറ്റാലിയൻ വൈദികൻ ലെയോപോൾഡ് പറഞ്ഞു, സുന്ദരവും വിശുദ്ധവുമായ ആത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്ന വേളയിൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന വെങ്കിട്ടരാമൻ വിശേഷിപ്പിച്ചത് ഭാരതസഭയുടെ വീരസന്താനം എന്നാണ്. അന്നേ ദിവസം കേരള ഗവർണറായിരുന്ന പി രാമചന്ദ്രൻ പ്രസംഗിച്ചത് കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ അഭിമാനമെന്നാണ്. അല്പം വൈകിട്ടാണെങ്കിലും കേരള നവോത്ഥാന നായകരിൽ പ്രഥമഗണനീയൻ എന്ന സ്ഥാനം നൽകി കേരള സർക്കാരും അംഗീകരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു. കാരണം ഇത്രകാലം ആ സ്ഥാനം അലങ്കരിച്ചിരുന്ന ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമികൾ തുടങ്ങിയവർ ജനിക്കുന്നതിന് മുൻപ് കേരളക്കരയിൽ വിപ്ലവാത്മകമായ ഇടപെടലുകൾ ചാവറയച്ചൻ നടത്തിയിരുന്നുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നു. കേരള സഭാ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം 19-ാം നൂറ്റാണ്ടു മുതലുള്ള സഭയുടെ നിലനിൽപ്പ് തന്നെ വിശുദ്ധ ചാവറയച്ചന് കടപ്പെട്ടതാണെന്ന് റോക്ക ശിശ്മ സമയത്തെ ഇടപെടൽ സാക്ഷിക്കുന്നു. കേരള സഭാ നവോത്ഥാനവും കേരള നവോത്ഥാനവും രണ്ടല്ല, ഒരേ ചരടിൽ കൂട്ടിച്ചേർക്കപ്പെടേണ്ട സത്യമാണെന്ന് ലോകത്തോട് വിളിച്ചോതിയ വിശുദ്ധനാണ് ചാവറയച്ചൻ. നമ്മുടെ പഠിപ്പും അറിവും ലോകത്തിൽ കുഴിച്ചുമൂടി വയ്ക്കാനുള്ളതല്ല, സർവരെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള അവസരങ്ങളാണ്. സ്വർഗത്തിൽ നിന്നും ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. ആ ദൗത്യം ലോകത്തെ കയ്യേൽപ്പിച്ചിട്ടാണ് അവൻ ലോകത്തിൽ നിന്ന് തിരികെ പോയത്. അത് ജീവിതത്തിൽ ശിരസാ വഹിച്ച വിശുദ്ധ ചാവറയച്ചൻ നമ്മുടെ മാതൃകയും പ്രചോദനവുമാകട്ടെ.